ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള സീരീസിൻ്റെ അവസാനത്തെ വീഡിയോകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ട് 17 വീഡിയോ ആണ്. അതായത് മൊഡ്യൂൾ 10-ലെ ട്രാൻസ്മിഷൻ എന്നുള്ള പാർട്ടിലെ അവസാനത്തെ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്രത്തോളം സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേയധികം സ്റ്റുഡൻസ് എക്സാമിന് എന്ത് പഠിക്കണമെന്നറിയാതെ ഒരു ടെൻഷൻ അടിക്കാറുണ്ട്. പലപ്പോഴും ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ എക്സാം വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കറക്റ്റ് സിലബസ് എന്നും അതേപോലെ ഏതാണ് അതിൻ്റെ കറക്റ്റ് മെറ്റീരിയൽ പഠിക്കേണ്ടതെന്നും അറിയാത്തത് കൊണ്ട് അവരുടെ പഠനം മോശമാവുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്നും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് എത്ര ഡീപ്പായിട്ട് നമുക്ക് പഠിക്കണമെന്നും അറിയാത്തത് കൊണ്ട് മാത്രം അയാളുടെ പെർഫോമൻസ് മോശമായിട്ട്, ആ പരീക്ഷ മോശമായിട്ട് അയാൾക്ക് ഒരു ചെറിയ മാർക്ക് കിട്ടുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ നല്ല കഴിവുള്ള ആളായിരിക്കും, കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കണമെന്നും അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പഠിച്ച് പാസ്സായി റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി നേടുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു അറിവില്ലായ്മ കൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് തഴയപ്പെടുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ പല പ്രാവശ്യങ്ങളിലായിട്ട് പലരിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, നന്നായിട്ട് കഷ്ടപ്പെടാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണ്, പക്ഷേ എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രം ഒരു എക്സാമിന് മാർക്ക് കുറയുന്ന ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ഒരു ചെറിയ അളവിലെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നിപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോനെ ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. കറക്റ്റായിട്ട് സിലബസ് മനസ്സിലാക്കിയിട്ട് അതേപോലെ ടെക്സ്റ്റ് ബുക്ക് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നോട്ട്സ് എഴുതിയിട്ട് പോകുന്ന ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. കമൻസിൽ കൂടി ഞാൻ എല്ലാ കമൻസിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതേപോലെ മോട്ടിവേഷനും ടെക്സ്റ്റ് ബുക്കുകളും എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മെയിൽ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ചെങ്കിലും പേരെ ഈ ഒരു എക്സാം എന്താണെന്നും അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചത് ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ചെയ്യാം എന്ന് മാത്രമായിരുന്നു. അപ്പം ആ രീതിയിൽ ഞാൻ വിചാരിച്ച അവസാനത്തെ വീഡിയോ ആണ് ഇത്, പാർട്ട് 17 ട്രാൻസ്മിഷൻ. പക്ഷേ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഞാനത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പാർട്ട് 18 പാർട്ട് 19 ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. ഈ ഒരു സീരീസ് നമ്മൾ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതോടുകൂടി നിർത്തണം എന്നാണ്. തുടങ്ങുന്ന സമയത്തും എൻ്റെ ഉദ്ദേശം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു 100ഓളം ചോദ്യങ്ങൾ, കഴിഞ്ഞ വർഷത്തെ 100ഓളം ചോദ്യങ്ങൾ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ പറഞ്ഞിട്ട് ഏതൊക്കെ പോർഷൻസ് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണമെന്നും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്താൽ മതി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി പാർട്ട് 18 പാർട്ട് 19 ഒക്കെ വീഡിയോസ് വരും കേട്ടോ. അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് മറ്റ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എക്സാമിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യും. അതേപോലെ ഇതേ സിലബസിൽ നിന്ന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, അടുത്ത വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ നമുക്കൊരു പാർട്ട് 20 പാർട്ട് 25 വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിഷൻ അല്ലേ, നമ്മുടെ മൊഡ്യൂൾ 10-ലെ ട്രാൻസ്മിഷൻ എന്നുള്ള പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. ഓക്കെ, ഇതിൽ DC നന്നായിട്ട് പഠിക്കണം കേട്ടോ. DC എത്രത്തോളം നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമോ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BL തെരേജ, ഓക്കെ, BL തെരേജയുടെ പവർ സിസ്റ്റം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ദെൻ JB ഗുപ്തയുടെ പവർ സിസ്റ്റം നിങ്ങൾക്ക് റെഫർ ചെയ്യാം.
ദെൻ മേത്തയുടെ പവർ സിസ്റ്റം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ഈ DC ട്രാൻസ്മിഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നേരെ നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി. അതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. DC ട്രാൻസ്മിഷൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു എൻ്റെ പഴയ ബിടെക്കിന് പഠിച്ച JB ഗുപ്തയും അതേപോലെ BL തെരേജയൊക്കെ ഞാൻ പൊടി തട്ടിയെടുത്തത്. നോക്കുമ്പോൾ അതിൽ നിന്നുള്ള കറക്റ്റ് സാധനം BL തെരേജയിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. BL തെരേജയിലെ തിയറിയും അതേപോലെ ഏറ്റവും അവസാനം കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ, അതങ്ങനെ തന്നെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് BL തെരേജ, JB ഗുപ്ത, മേത്ത അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നതാണ് പവർ സിസ്റ്റത്തിൻ്റെ കേട്ടോ. സോ ഇതൊക്കെ എൻ്റെ കയ്യിൽ പ്രിൻറ്റഡ് ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം സോഫ്റ്റ് കോപ്പീസ് കിട്ടും. ഇതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്യുക. സാധാരണ ടെലിഗ്രാമിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യില്ലേ, അതേപോലെ സെർച്ച് ചെയ്താൽ മതി. സിനിമ ഡൗൺലോഡ് ചെയ്യാനുള്ള ആത്മാർത്ഥതയുടെ 100-1 ആത്മാർത്ഥത മതി കേട്ടോ. ഓക്കെ, പല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും. ഇലക്ട്രിക്കൽ ടെക്സ്റ്റ് ബുക്കെന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിനോ അല്ലെങ്കിൽ RRB JE ഇലക്ട്രിക്കലിനോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചൊന്ന് കഷ്ടപ്പെടും കേട്ടോ. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് മെറ്റീരിയൽസ് കണ്ടുപിടിക്കുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. സാധാരണ ഞാൻ എപ്പോഴും ഈ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് പറയാറുണ്ട്. അത് ഞാൻ അവസാനത്തേക്ക് പോകുന്നില്ല. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അതൊന്ന് ലൈക്ക് ചെയ്യുക. ദെൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ തുടങ്ങിയാലോ? യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വോൾട്ടേജ് ലെവൽ ഈസ് യൂസ്ഡ് ഇൻ പ്രൈമറി ട്രാൻസ്മിഷൻ? നല്ല ക്വസ്റ്റ്യൻ ആണ്. സാധാരണയായിട്ട് ഈ പ്രൈമറി ട്രാൻസ്മിഷൻ, സെക്കൻഡറി ട്രാൻസ്മിഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അതൊന്നും അത്ര ലെവൽ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ലെവലൊന്നും നമ്മളങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്നില്ല കേട്ടോ. അതിനേക്കാൾ കുറച്ചുകൂടി പവർ സിസ്റ്റത്തിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോർമലി ഒരു ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിൽ പഠിക്കുന്നത്. പക്ഷേ ITI ലെവലിൽ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആണ്. ഓക്കെ, സോ കൊടുത്തിട്ടുണ്ട് ഏത് വോൾട്ടേജ് ലെവലാണ് നമ്മൾ സാധാരണ പ്രൈമറി ട്രാൻസ്മിഷന് യൂസ് ചെയ്യുക. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു ടിപ്പിക്കൽ പവർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ എടുക്കും. ഓക്കെ, ജനറേറ്റിംഗ് സ്റ്റേഷൻ. ദെൻ ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിലെ വോൾട്ടേജ് നോർമലി എത്രയായിരിക്കും ഉണ്ടാവുക? ഒരു 11 kV നമ്മൾ ജനറേറ്റ് ചെയ്യുക അല്ലേ? യെസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ ദൂരത്തേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ? കുറേ ദൂരത്തേക്ക് നമ്മളിത് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ കുറേ ദൂരത്തോളം നമുക്ക് ഇത്രയും പവർ ജനറേറ്റ് ചെയ്ത പവർ, ചിലപ്പോൾ ഞാൻ ഇതൊരു 100 MW ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തു കേട്ടോ. ഇത്രയും പവർ കിലോമീറ്ററുകളോളം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? വളരെ ദൂരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ലോഡ് സെൻറ്റേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇത്രയും ഹൈ പവർ ഹൈ വോൾട്ടേജസിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഒരു 400 kVയിലോ അല്ലെങ്കിൽ 220 kVയിലോ എബവ് 132 kV എന്ന് പഠിച്ചാൽ മതി കേട്ടോ. എബവ് 132 kVയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി ട്രാൻസ്മിഷൻ ചെയ്യുന്നു മനസ്സിലാക്കുക. ഓക്കെ, പ്രൈമറി ട്രാൻസ്മിഷൻ ചെയ്യുന്നു മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ആണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ. ഇപ്പോൾ സിറ്റിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലൈൻസ് സിറ്റിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. സോ ഒരു റിസീവിങ് സ്റ്റേഷൻ ഉണ്ടാവും അല്ലേ, റിസീവിങ് സബ് സ്റ്റേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ വോൾട്ടേജിനെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അത് 130 kVയിൽ താഴെ, ലെസ് ദാൻ 132 kVയിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സോ സാധാരണയായിട്ട് സെക്കൻഡറി ട്രാൻസ്മിഷൻ്റെ വോൾട്ടേജ്, ഇവിടെ ഞാനൊരു ട്രാൻസ്ഫോമർ വെക്കുകയാണേ, സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു 33 kVയിലോ അല്ലെങ്കിൽ 66 kVയിലോ ഒരു 132 kVയിലോ ഒക്കെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഇനി അങ്ങോട്ട് പോകുന്നതാണ് ആര്, സെക്കൻഡറി ട്രാൻസ്മിഷൻ. ഓക്കെ, സെക്കൻഡറി ട്രാൻസ്മിഷൻ. സോ മനസ്സിലാക്കുക, പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇൻ ദി റേഞ്ച് ഒരു 400 kV, 220 kV ആ രീതിയിൽ മനസ്സിലാക്കുക. ദെൻ ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു. ദെൻ കുറച്ച് കഴിയുമ്പം സബ്സ്റ്റേഷൻസ് എത്തി. നമ്മൾ 11 kVയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും കേട്ടോ. 11 kVയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഈ 11 kVയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത സാധനം
നമ്മൾ വലിയ ഏതെങ്കിലും ഫാക്ടറികളിലേക്ക് അല്ലെങ്കിൽ ബൾക്ക് കൺസ്യൂമേഴ്സ് ഉണ്ടാവും അല്ലേ, അവരെന്ത് ചെയ്യും, അവർ 11 kV തന്നെയാണ് പവർ വാങ്ങുന്നുണ്ടാവുക. ഇപ്പോൾ KCBയോട് 11 kV പവർ വാങ്ങുന്നുണ്ടാവുക. സോ അതിന് നമ്മൾ പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. ദെൻ അതിനുശേഷം നമ്മൾ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്തു. ദെൻ വീണ്ടും ഒരു ട്രാൻസ്ഫോർ വരുന്നു, സ്റ്റെപ്പ് ഡൗൺ വരുന്നു. സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നമ്മൾ സാധാരണ 415 വോൾട്ടിലേക്കോ അല്ലെങ്കിൽ 230 വോൾട്ടിലേക്കോ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. അതിനുശേഷം നമ്മൾ സാധാരണ വീടുകളിലേക്കോ അല്ലെ 3 ഫേസോ സിംഗിൾ ഫേസോ ഒക്കെ ആയിട്ടുള്ള വീടുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സോ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞു വിച്ച് ഓഫ് ദി ഫോളോയിങ് വോൾട്ടേജ് ലെവൽ ഈസ് യൂസ്ഡ് ഇൻ പ്രൈമറി ട്രാൻസ്മിഷൻ. അപ്പോൾ ഇതെന്തായാലും അല്ല അല്ലേ. ദെൻ 11 kVയും അല്ല. ദെൻ 33 kV. 33 kV എന്ന് പറയുമ്പോൾ ഇത് എവിടെ പെടും? നമ്മൾ നോക്കിയാൽ സെക്കൻഡറി ട്രാൻസ്മിഷനിലല്ലേ വിടുക. അതുമല്ല. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും തെറ്റില്ലല്ലോ. ഈ വരുന്ന പരീക്ഷയിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഇതിങ്ങനെ ചോദിക്കാറുണ്ട്, ഇലക്ട്രീഷ്യൻ എക്സാമിനൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, കണ്ടോ, ഞാൻ പറഞ്ഞ അതേ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറേറ്റിംഗ് സ്റ്റേഷൻ 11 kV ജനറേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഹൈ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. കണ്ടോ, 220 kV സ്റ്റെപ്പ് അപ്പ് ചെയ്തു. 220 അല്ലെങ്കിൽ 400 kV സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അതാണ് പ്രൈമറി ട്രാൻസ്മിഷൻ. ദെൻ നമ്മൾ കുറച്ചും കൂടി വളരെ ദൂര സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ സിറ്റീൻ്റെ പുറത്ത് ഔട്ട്സ്കേർട്സ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ, അവിടെയൊക്കെ എന്താണ് പ്രൈമറി ട്രാൻസ്മിഷനാണ്. വലിയ ലൈൻസ് വീടുകളിലേക്കൊന്നും നമ്മൾ കൊടുക്കുന്നേ ഇല്ല, ഫാക്ടറികളിലേക്കൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ കിലോമീറ്റേഴ്സോളം നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് ഹൈ വോൾട്ടേജ് തന്നെയാണ്, പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ യെസ്, റിസീവിങ് സ്റ്റേഷൻസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? അതിനെ 132 66 അല്ലെങ്കിൽ 33 കേട്ടോ, 33 kV നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയുക. ഇനി ഈ സെക്കൻഡറി ട്രാൻസ്മിഷനിലെ ആ വോൾട്ടേജ് എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ബൾക്ക് കൺസ്യൂമേഴ്സിനൊക്കെ നമുക്ക് കൊടുക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള വോൾട്ടേജ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എത്രയിലാണ് ഉണ്ടാവുക? 11 kV ഉണ്ടാവുക. ഇനി ആ 11 kV സാധനത്തിന് 415 230 അല്ലേ, 230 അല്ലെങ്കിൽ 240 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 240 ആണ് ഉണ്ടാവുക കേട്ടോ. ദെൻ അതെത്രയാണ്? അത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് എന്താണ്? കണ്ടോ, 415 240 ആണ് കൺസ്യൂമേഴ്സ് കൊടുക്കുന്നത്. ഇനി ഇത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ വേറെ ഫിഗർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി ഗ്രാഫിക്കലി ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. ജനറേറ്റീവ് സ്റ്റേഷൻ നിങ്ങളത് നോക്കുക കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ അതേ സാധനം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 220 അല്ലെങ്കിൽ 500 kV 400 kV സ്റ്റെപ്പ് അപ്പ് ചെയ്തു, പ്രൈമറി ട്രാൻസ്മിഷൻ വിളിച്ചു. ദെൻ സെക്കൻഡറി ട്രാൻസ്മിഷൻ ആകുമ്പോഴേക്കും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. കണ്ടോ, 130 or 66 സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമ്മളൊരു 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? അത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനായി. നമുക്ക് എന്ത് ചെയ്യാം? വലിയ കൺസ്യൂമേഴ്സിന്, ബൾക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി വീട്ടിനടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് വഴി നമ്മൾ 415 240 നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയുള്ള കാര്യം. നെക്സ്റ്റ് പോയാലോ. എ DC 3 wire distributor system require how much copper as compared with a DC 2 wire system? ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടണമെന്നില്ല. കുറച്ചൊന്ന് അറിയാവുന്ന, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കേ കിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പം ഇതിന് ആൻസർ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ, കാരണം നിങ്ങളിത് പഠിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. ദെൻ ഒരു സാധാരണ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇത് പഠിക്കണമെന്നില്ല. കാരണം എന്താ? ഈ DC 2 ഫേസ് അല്ലെങ്കിൽ DC 2 വയർ, ദെൻ 3 വയർ, അതൊന്നും നമ്മളങ്ങനെ നോർമലായിട്ട് ഡിപ്ലോമ ഡിഗ്രി ലെവലൊന്നും പഠിക്കുന്നില്ല കേട്ടോ. DC ട്രാൻസ്മിഷൻ വളരെ കുറച്ചേ ഉള്ളൂ. അതും നമ്മൾ എന്താണ് അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് പഠിക്കുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം, കമ്പാരിസൺ ഓഫ് 3 വയർ ആൻഡ് 2 വയർ DC ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാം? DCനെ 2 വയറായിട്ടും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട്, ഇത് 2 വയർ എന്ന് പറയാം കേട്ടോ. 2 വയർ ആണ് 2 വയർ. ഇനി ഇതെങ്ങനെ 3 വയർ ആവുക? യെസ്, ഇതിൽ കൂടി വേറൊരു വയർ കൂടി പോകുന്നുണ്ട്. അതിന് നമ്മൾ ന്യൂട്രലായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, DCയിൽ ന്യൂട്രലിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഇത് നിങ്ങൾ നോക്കിയാൽ, ഇത് പോസിറ്റീവ് 200 വോൾട്ടും ഇത് നെഗറ്റീവ് 200 വോൾട്ടും ആണെങ്കിൽ എനിക്കിത് എന്ത് ചെയ്യാം?
ആദ്യത്തെ കേസിൽ 2 വയർ സിസ്റ്റം ആണെങ്കിൽ എനിക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? പോസിറ്റീവ് 200, നെഗറ്റീവ് 200, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ട് അല്ലേ? യെസ്. ഡി സിൻ്റെ ഒരു പ്രശ്നം എന്താ? നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ വോൾട്ടേജസ് വേരി ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻസാണ്, കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ടഫായിട്ടുള്ള പരിപാടിയാണ് അല്ലേ? കാരണം ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് അങ്ങനെ ഡി സിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഡിഫറൻറ്റ് വോൾട്ടേജ് ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ഡി സി നമുക്ക് ചെറിയൊരു പണിയാണ്. അപ്പോൾ ഒരു 2 വയർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് വോൾട്ടേജ്, ഒരു 400 വോൾട്ടേജേ കിട്ടുള്ളൂ. ഇനി 3 വയർ യൂസ് ചെയ്താൽ എന്താ ഗുണം? ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു ന്യൂട്രൽ കൂടി ഞാൻ വലിച്ചു എന്ന് വിചാരിച്ചോ. എനിക്ക് വേണമെങ്കിൽ ഈ പോസിറ്റീവും ന്യൂട്രലും കണക്ട് ചെയ്യാലോ. പോസിറ്റീവും ന്യൂട്രലും എനിക്കൊരു ലോഡ് കണക്ട് ചെയ്യാം അല്ലേ? സോ ഇവിടുത്തെ വോൾട്ടേജ് എത്രയായി? ഇവിടുത്തെ വോൾട്ടേജ് 200 വോൾട്ട്. സോ എനിക്ക് വോൾട്ടേജസിൻ്റെ ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് വെറൈറ്റീസ് എനിക്ക് കിട്ടും അല്ലേ? എനിക്ക് വേണമെങ്കിൽ 400 വോൾട്ട് ടെർമിനൽ വോൾട്ടേജ് ഉള്ള സിസ്റ്റം ഓടിക്കാം, 200 വോൾട്ട് ടെർമിനൽ വോൾട്ടേജ് ഉള്ള മെഷീൻസും ഓടിക്കാം. സോ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ 3 വയർ സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എത്രത്തോളം കോപ്പർ ആവശ്യമാണ് എന്നുള്ളത് കേട്ടോ. സോ അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യമുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കുറച്ച് ടഫായിട്ടുള്ളതാണ്, എന്താ പറയുക, ഇലാബറേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്കതിൻ്റെ റിസൾട്ട് മാത്രം മതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമ്മളൊരു 3 വയർ ഡി സിയും 2 വയർ ഡി സിയും യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 3 വയർ ഡി സി ആണ് അഡ്വാൻറ്റേജ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു അല്ലേ, നമുക്ക് വോൾട്ടേജസ് ഡിഫറെൻറ്റ് ലെവലിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദെൻ കോപ്പറിൻ്റെ അളവും ഏതിൻ്റെ കേസിൽ കുറവാണ്? 3 വയറിൻ്റെ കേസിൽ കോപ്പറിൻ്റെ അളവ് കുറവാണ്, നമുക്ക് യൂസ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ സൈസ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തെരേജ, മേത്ത, അതേപോലെ ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി, കാരണം ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. മനസ്സിലാക്കുക, വോളിയം ഓഫ് കോപ്പർ ഫോർ 3 വയർ സിസ്റ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോപ്പർ ഫോർ 2 വയർ സിസ്റ്റം എന്ന് പറയുന്നത് 5/16 ആണ്. അതായത് നമുക്ക് 3 വയർ സിസ്റ്റത്തിൽ, ഓക്കെ, 3 വയർ ഓർ 3 ഫേസ് ഞാൻ എടുക്കുകയാണേ. ഫേസ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ എന്നാലും ഞാനത് പറയുന്നു. 3 ഫേസിൻ്റെ കേസിൽ 2 ഫേസിൽ യൂസ് ചെയ്യുന്നതിൻ്റെ 5/16 ഉപയോഗിച്ചാൽ മതി. ഓക്കെ, 5/16 പോർഷൻ കോപ്പർ മതി. ഇനി ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 0.3125 എന്ന് കിട്ടുക. അതെത്രയാണ്? അത് 31% ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 31.25% ആണ് വരിക. സോ ഇത് രണ്ടും ഓർത്ത് വെക്കുക. 5/16 ആണ് കോപ്പർ കണ്ടൻറ്റ്, കോപ്പർ ആവശ്യമായിട്ടുള്ളത് മനസ്സിലാക്കുക. അതിന് പെർസെൻറ്റേജ് പറയുന്നത് 31% ആണെന്ന് മനസ്സിലാക്കുക. യെസ്, അതോടെ കൊടുത്തിട്ടുണ്ട്. ഓൺലി 31.25 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇതൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 3 ടെക്സ്റ്റ് ബുക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ എഴുതുക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. One type of insulator is used at a dead end of and straight lines as suspension type for voltage 3.3 and above. ഓക്കെ, നമുക്ക് ഏത് ഇൻസുലേറ്ററിനെ കുറിച്ച് ചോദ്യം അല്ലേ? ഡെഡ് എൻഡിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആസ് സസ്പെൻഷൻ ടൈപ്പ്. സ്ട്രെയിറ്റ് ലൈനിൽ സസ്പെൻഷൻ ടൈപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡിസ്ക് ആണോ? ഡിസ്ക് അല്ല, നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. സ്റ്റേ ഇൻസുലേറ്റർ ആണോ? അല്ല, സ്റ്റേ ഇൻസുലേറ്റേഴ്സ് സ്മോൾ വോൾട്ടേജിനാണ്. പിൻ ഇൻസുലേറ്റേഴ്സ് ആണോ? പിന്നല്ല. പിന്നെ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത് എന്താ? സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പിൻ യൂസ് ചെയ്യുക അല്ലേ? സോ ആൻസർ എന്താ? സ്ട്രെയിൻ ആണ്. ലോ വോൾട്ടേജസിനായിരുന്നെങ്കിൽ ഏതായിരുന്നു പറഞ്ഞേ? ഇതിൻ്റെ ഉത്തരം പറഞ്ഞേ. യെസ്, ഷാക്കിളാണ് അല്ലേ? യെസ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡെഡ് എൻഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഷാക്കിളാണ് യൂസ് ചെയ്യുക ലോ വോൾട്ടേജിന്. ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഏത് യൂസ് ചെയ്യും? സ്ട്രെയിൻ ആണ് യൂസ് ചെയ്യുക. കണ്ടോ? ഓർമ്മയില്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓർമ്മയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നോക്കുക. ഇവിടെ ഷാക്കിൾ പറയുന്നുണ്ടോ? ഇതാ ഷാക്കിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഓർത്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് പോയാലോ? യെസ്. എ യൂണിഫോംലി ലോഡഡ് DC distributor is fed at both ends with equal voltages as compared to a similar distributor fed at one end only. The drop at the middle point is. ഞാൻ പവർ സിസ്റ്റം പഠിച്ച ആളാണ്. അപ്പം പവർ സിസ്റ്റം DC ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, DC ഡിസ്ട്രിബ്യൂഷൻ കുറച്ചൊരു കോംപ്ലക്സ് ആണ്. കുറേയധികം ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 2 എൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഒരു എൻഡിൽ നിന്ന് മാത്രം ഫീഡ് ചെയ്യാം.
ദെൻ സെൻട്രൽ നിന്ന് ഫീഡ് ചെയ്യാം, ദെൻ റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ സാധാരണയായിട്ട് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഒരു സാധനമാണ് നമ്മൾ പബ്ലിക് എക്സാം വരുന്ന സമയത്ത്. സോ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. കൺസെപ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്താണ് ഈ ഫീഡർ, എന്താണ് സർവീസ് മെയിൻ, ദെൻ ഡിസ്ട്രിബ്യൂട്ടർ എന്താണ്, അത്തരം കാര്യങ്ങൾ പറയാം. ഇത് സാധാരണയായിട്ട് ഇൻ്റർവ്യൂസിനൊക്കെ നന്നായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. KSEBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ. സബ് എഞ്ചിനീയറൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഫീഡറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് പോസ്റ്റിൽ നിന്നും വലിക്കുന്ന ആ ഒരു വയറിന് പറയുന്ന പേരെന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ആദ്യം ഞാൻ പറയട്ടെ എന്താണ് ഫീഡർ. ഫീഡർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ തന്നെയാണ് കേട്ടോ, ഒരു കണ്ടക്ടർ തന്നെയാണ്. വിച്ച് കണക്ട് സബ്സ്റ്റേഷൻ ഓർ ലോക്കലൈസ്ഡ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ടു ഏരിയ വേർ പവർ ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, സോ ഫീഡർ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്റ്റേഷനിൽ നിന്നും ഒരു ഏരിയ ഉണ്ടാവില്ലേ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ, അവിടത്തേക്ക് നമ്മൾ പവർ വലിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടക്ടറിന് പറയുന്ന പേരാണ് കേട്ടോ. ഇതുണ്ടോ, സബ്സ്റ്റേഷൻ ആണ് ഇതെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കാണ് എനിക്ക് പവർ കൊടുക്കേണ്ടതെങ്കിൽ യെസ്, അവിടത്തേക്ക് നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടി വലിക്കുന്ന കണ്ടക്ടറിന് പറയുന്ന പേരാണ് ഫീഡർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫീഡറിൽ ഒരിക്കലും ടാപ്പിങ്സ് ഇടാൻ വേണ്ടി പാടില്ല. ഫീഡറിൽ നിന്ന് നമ്മളൊരു കണക്ഷൻസ് വലിക്കാൻ വേണ്ടി പാടില്ല. ഫീഡർ എപ്പോഴും എന്തായിരിക്കും, യെസ്, ലോങ് ലൈൻസ് ആയിരിക്കും. അതിൽ ടാപ്പിങ്സ് എടുക്കാൻ വേണ്ടി പാടില്ല. ടാപ്പിങ്സ് എടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് കാര്യങ്ങളുണ്ടാവും. സോ ടാപ്പിങ്സ് ആർ നോട്ട് അലൗഡ്. ദെൻ ഫീഡർ ഡിസൈൻ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ പഴയ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ എഴുതിയ ഒരു ഓവർസിയർ എക്സാമിനും ഈ ഒരു സാധനം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദി മെയിൻ കൺസിഡറേഷൻ ഇൻ ദി ഡിസൈൻ ഓഫ് ഫീഡർ ഈസ് ദി കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലോ വോൾട്ടേജ് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കേസിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കാണ്ടോ. വൈൽ ഡിസൈനിങ് എ ഡിസ്ട്രിബ്യൂട്ടർ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടോ, വോൾട്ടേജ് ഡ്രോപ്പ് എലോങ് ഇറ്റ്സ് ലെങ്ത് ഈസ് ദി മെയിൻ കൺസിഡറേഷൻ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് നമ്മൾ ഈ ടാപ്പിങ്സ് വലിക്കുക. അപ്പം ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കണം നമ്മളെ ഡിസൈൻ പാരാമീറ്റർ. യെസ്, വോൾട്ടേജ് വേരിയേഷൻ ഒരിക്കലും ±6% ആവാൻ വേണ്ടി പാടില്ല. കൺസ്യൂമറിന് കിട്ടുന്ന വോൾട്ടേജിന് ഒരു കണക്കുണ്ട് അല്ലേ. യെസ്, ആ വോൾട്ടേജ് ഈ ഒരു പെർമിസിബിൾ ലിമിറ്റിനുള്ളിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് നമ്മൾ ടാപ്പിങ്സ് വലിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ എയും ഡിയും ആണ്, എയും ഡിയും ഒക്കെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് അല്ലേ, നമുക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പോയിന്റ്സ്. അപ്പോൾ ഇവിടുത്തെ AB, AD അങ്ങനെയുള്ള കണ്ടോ, ഇവിടെ നോക്കിയാൽ AB, BC, CD, DA ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടാപ്പിങ്സ് എടുക്കാം കേട്ടോ. ഇതിന് ടാപ്പിങ്സ് എന്ന് പറയാം കേട്ടോ. യെസ്, കണക്ഷൻസ് വലിക്കുന്നതിന് പറയുന്നവരാണ് ടാപ്പിങ്സ് എടുക്കാം. ഇനി ഡിസ്ട്രിബ്യൂട്ടറിൽ കൂടിയുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കുമോ? അല്ല, കോൺസ്റ്റന്റ് അല്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കറണ്ട് ഇങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലേ. യെസ്, ദെൻ അതിൻ്റെ ബാക്കി കറണ്ട് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. സോ കറണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പും ഇവിടെ വ്യത്യാസമായിരിക്കും എന്ന് മനസ്സിലാക്കുക. എല്ലാ സ്ഥലത്തും ഒരേ വോൾട്ടേജ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. കണ്ടോ, ഇവിടുന്ന് ഫീഡ് ചെയ്തെന്ന് വിചാരിച്ചോ, ഇവിടുന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകും തോറും യെസ് വോൾട്ടേജ് കുറഞ്ഞു വരും. കാരണം കറണ്ട് കുറയുന്നുണ്ട് അല്ലേ. കറണ്ട് കുറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും വോൾട്ടേജ് കുറച്ചേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് നമുക്ക് ടാപ്പിങ്സ് എടുക്കാം. അതിന് പറയുന്നവരാണ് സർവീസ് മെയിൻ. എ സർവീസ് മെയിൻ ഈസ് ജനറലി എ സ്മോൾ കേബിൾ വിച്ച് കണക്ട് ദി ഡിസ്ട്രിബ്യൂട്ടർ ടു ദി കൺസ്യൂമർ ടെർമിനൽ കേട്ടോ. അതുകൂടി ഓർത്ത് വെക്കുക. ഇത് കണ്ടോ, സബ്സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സിലേക്ക് ഞാനൊരു ലൈൻ വലിക്കുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഫീഡർ. ദെൻ ഫീഡർ ചെന്നിറങ്ങുന്നിടത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, യെസ്, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നായിരിക്കും നമ്മൾ സർവീസ് മെയിൻ വലിക്കുന്നുണ്ടാവുക കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫീഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലെവലിലാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് കേസ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് 1 end. ഇത് നിങ്ങൾ എഴുതിക്കോ കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് 1 end. ഞാൻ അതിൻ്റെ ഫിഗർ വരച്ച് തരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് സെൻറ്റർ. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പവർ കൊടുക്കുന്നത് സെൻട്രൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പവർ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമോ? യെസ്, വളരെ സിമ്പിളാണ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേസിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ എടുത്തു വിചാരിച്ചോ, ഇതാണ് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കേട്ടോ. ഇതിൽ നിന്നാണ് ഞാൻ ടാപ്പിങ്സ് വലിക്കുക. ഇപ്പോൾ 3 സ്ഥലത്തേക്ക് 4 സ്ഥലത്തേക്ക് എനിക്ക് കറണ്ട് വലിക്കണം. ഓക്കെ, കറണ്ട് വലിക്കണം. ഇത് I1, ഇത് I2, ഇത് I3, ഇത് I4. ഞാൻ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ലേ. യെസ്, ഇത്രയും സ്ഥലത്തേക്ക് എനിക്ക് കറണ്ട് വലിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം, ഇതിലേക്കുള്ള പവർ ഞാൻ ഫീഡ് ചെയ്യുന്നത്, ഇതിലേക്കുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ഞാൻ ഫീഡ് ചെയ്യുന്നത് ഒരു എൻഡിൽ നിന്ന് മാത്രം കേട്ടോ. ഒരു എൻഡിൽ നിന്ന് മാത്രം ഞാൻ ഫീഡ് ചെയ്യും. ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചേ, ഇത് B, C, D, E എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ യെസ്, ഇതിലേക്ക് ഞാൻ പവർ ഫീഡ് ചെയ്യുന്നത് ഒരു എൻഡിൽ നിന്ന് മാത്രമാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ്. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്, പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജ്? യെസ്, സപ്പോസ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്ന കറണ്ട്, ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ ഒരു I1 ഇങ്ങോട്ടേക്ക് പോയല്ലേ. അപ്പം I1ൻ്റെ അതൊന്ന് ഒരു സ്മോൾ I1 പുറത്തേക്ക് പോയി. അപ്പോൾ അത്രയും കറണ്ട് കുറഞ്ഞില്ലേ ഈ BC ഭാഗത്തേക്ക്. ഇപ്പം I2 ആണ് BCയിലേക്ക് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ I2 ഈസ് ഓൾവേസ് ലെസ് ദാൻ I1 ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? യെസ്, ഞാനിവിടെ ടാപ്പിംഗ് വലിച്ചു, അപ്പോൾ ഈ ഒരു സ്മോൾ I1 ഇങ്ങോട്ടേക്ക് പോയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത് I3 ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ. I3 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നോക്കിയേ, നിങ്ങൾക്കറിയാം I3 ഓൾവേസ് ലെസ് ദാൻ I2. എന്തുകൊണ്ടാണ്? യെസ്, ഒരു ചെറിയ കറണ്ട് I2 ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ട് അല്ലേ. സോ I3 ഈസ് ഓൾവേസ് ലെസ് ദാൻ I2 ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഈ കേസിൽ അങ്ങോട്ടേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? യെസ്, കറണ്ട് കുറഞ്ഞു വരും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് അല്ലേ, ഇവിടെയൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലേ, ഇത്ര ദൂരത്ത് AB ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ അല്ലേ. സോ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സപ്പോസ് ഇവിടെ ഒരു 240 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ അതൊരു 235 ആയിട്ടുണ്ടാവും അല്ലേ. യെസ്, അപ്പം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്തോറും വോൾട്ടേജ് ഡ്രോപ്പ് കുറേ ഉണ്ടാവും. ഇനി ഇപ്പം ഇത് F ആണ് എൻ്റെ എൻഡ് പോയിന്റ് എന്ന് വിചാരിച്ച്, ഈ എൻഡ് പോയിന്റിൽ എത്തുമ്പോൾ വോൾട്ടേജ് മിനിമം ആയിരിക്കും അല്ലേ. മിനിമം വോൾട്ടേജേ എനിക്കിവിടെ കിട്ടുകയുള്ളൂ. അത് എത്രയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് മിനിമം വോൾട്ടേജ് ആയിരിക്കും എൻഡിൽ കിട്ടുക അല്ലേ. ഇനി നെക്സ്റ്റ് ഞാൻ വരക്കുന്നത് ശ്രദ്ധിച്ചോ, ഈ രീതിയിൽ ഞാൻ വരച്ചു. എന്നിട്ട് രണ്ട് സൈഡിലും ഞാൻ ഫീഡ് ചെയ്യട്ടെ. യെസ്, ഇവിടെ നിന്ന് ഞാൻ ഫീഡ് ചെയ്തു, ഇവിടെ നിന്ന് ഞാൻ ഫീഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്ന് ടാപ്പിംഗ് ഉണ്ട്. ഇത് I1, ഇവിടെ നിന്നൊരു I2, ഇവിടെ നിന്ന് I3. ഈ കേസിൽ നോക്കിയേ, ഇവിടെ നിന്ന് ഞാനൊരു ഈ പോയിന്റിനെ A എന്ന് വിളിച്ചു. ഇത് B, ഇത് C, ഇത് D, ഇത് E. ഈ കേസിൽ നോക്കിയാൽ ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഫീഡ് ചെയ്യുന്നതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ. നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് ഞാനൊരു പവർ ഫീഡ് ചെയ്തു, ഇവിടുന്ന് ഫീഡ് ചെയ്തു, ഒരു സ്പെസിഫിക് വോൾട്ടേജ് വെച്ചു, ഒരു 240 വോൾട്ടേജ് ഞാൻ കൊടുത്തു, ഇവിടുന്ന് 240 കൊടുത്തു അല്ലേ. അപ്പോൾ ഗുണം എന്താ? യെസ്, ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായാലും ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടാവും. അതായത് രണ്ട് എൻഡിലും ഏകദേശം നമുക്ക് പറയാൻ വേണ്ടി പറ്റും വോൾട്ടേജ് സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടുത്തെ അത്ര ഫസ്റ്റ് കേസിൻ്റെ അത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല അല്ലേ. ഇവിടെ സെക്കൻഡ് പിക്ചറിൽ എവിടെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? അതായത് ഏറ്റവും ചെറിയ വോൾട്ടേജ് എവിടെയാണ് കിട്ടുക? അത് സെൻറ്ററിലായിരിക്കും. ഓക്കെ, സെൻറ്ററിലായിരിക്കും നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം ഇവിടെ നിന്ന് കുറേ അധികം ദൂരം നമ്മൾ ട്രാവൽ ചെയ്തു അല്ലേ. ഇവിടുന്നും അതേ ദൂരം തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ദെൻ കണ്ടക്ടർ സൈസൊക്കെ യൂണിഫോം ആണെന്നും കറണ്ട് ഏകദേശം സെയിം ആണെന്നും, ഓക്കെ, നമ്മൾ സെയിം വോൾട്ടേജ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കറണ്ട് ആയിരിക്കില്ലേ. സോ അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? യെസ്, റിസീവിങ് സൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. ഇപ്പോൾ രണ്ട് സൈഡിലും ഏകദേശം നിയർലി വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, അതോർത്ത് നോക്കുക. ദെൻ ഫസ്റ്റ് കേസിൽ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് Iയും ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 6 ആണെങ്കിൽ, ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, ഓക്കെ, സെൻറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് IR/2 ആയിരിക്കും. ഓക്കെ, IR/2 ആയിരിക്കും. കാരണം എന്താ? ഇതിൻ്റെ കണ്ടക്ടർ സൈസൊക്കെ യൂണിഫോം ആണ്, കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്, റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് 6, അപ്പം ഈക്വൽ റെസിസ്റ്റൻസ് ആയിരിക്കില്ലേ ഇതിൻ്റെ സ്ഥലത്തൊക്കെ വരിക. അപ്പം പകുതിയിൽ R/2 ആയിരിക്കും വരിക. അപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റും വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ്
സെൻറ്റർ എന്ന് പറയുന്നത് IR/2 ആയിരിക്കും കേട്ടോ. IR/2 ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് സെൻറ്റർ. അതായത് ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് IR ആണെങ്കിൽ അതിൻ്റെ ഈ ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെൻറ്ററിലായിരിക്കും. സെൻറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് IR/2 ആയിരിക്കും. ദെൻ ഈ കേസിൽ നിങ്ങൾ നോക്കിയേ, രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലെ വോൾട്ടേജ് ഡ്രോപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചോ, IR/8 ആയിരിക്കും കേട്ടോ. IR/8 ആയിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് സെൻറ്റർ എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടായിരിക്കും? യെസ്, രണ്ട് സ്ഥലത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കുറവേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഡ്രോപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ബോത്ത് എൻഡ്സിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് IR/8 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനും കാര്യമൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. തെരേജയിലും ഗുപ്തയിലും അതേപോലെ മേത്തയിലും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കാം. അല്ലെങ്കിൽ ഈ രീതി ഒന്ന് പഠിച്ചു വെച്ചാലും മതി, അറിഞ്ഞിരിക്കുക. സോ അത് IR/8 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. കുറച്ചൊരു കോംപ്ലക്സ് ആണ്, പക്ഷെ അത് പഠിക്കേണ്ട ആവശ്യമില്ല, ടോട്ടലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? A uniformly loaded DC distributor is fed at both end with equal voltage അല്ലേ? അപ്പോൾ ഏത് കേസാ? യെസ്, ഈ കേസ് ഈക്വൽ വോൾട്ടേജിൽ ബോത്ത് എൻഡിൽ നിന്നും ഫീഡ് ചെയ്തു. ആസ് കമ്പയർഡ് ടു എ സിമിലർ ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ് ഓൺലി, ദി വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് ദി മിഡിൽ പോയിന്റ് ഈസ്. സോ ഇവൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? IR/8 ആണെന്ന് എനിക്കറിയാം. ഞാനിത് ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് ബോത്ത് എൻഡ്സ് അല്ലേ. ബോത്ത് എൻഡ്സിൻ്റെ കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? IR/8. ഇനി വൺ എൻഡ് മാത്രമുള്ള കേസിൽ മിഡിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? IR/2 ആണ് അല്ലേ. IR/2 ആണ്. സോ ഇതിൻ്റെ 4 ഇരട്ടിയാണ് ഇത് അല്ലേ? എഗ്രി ചെയ്യില്ലേ? ബോത്ത് എൻഡ്സിലുള്ള വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ 4 ഇരട്ടിയാണ് വൺ എൻഡിലുള്ളത്. അല്ലെങ്കിൽ എന്ത് പറയാം, ഈ വൺ എൻഡിലുള്ളതിൻ്റെ 1/4 ടൈംസ് ആണ്. 1/4 ടൈംസ് ആണ് ബോത്ത് എൻഡ്സിൽ ഉണ്ടാവുക കേട്ടോ. സോ 1/4 കേട്ടോ, 1/4. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ 1/4 എന്നുള്ളതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സപ്പോസ് ഇവിടെ 4 ടൈംസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കുക, ചോദിച്ചത് എന്താണ്, ഏതിനെ ബേസ് ചെയ്തിട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. ശരിക്കും വായിച്ചു നോക്കി. ആസ് കമ്പയർഡ് ടു എ സിമിലർ ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് വൺ എൻഡ് ഓൺലി. നമ്മൾ ബേസ് ചെയ്തിട്ടുള്ളത് വൺ എൻഡിനെയാണ്, വൺ എൻഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പിനെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ദി ഡ്രോപ്പ് അറ്റ് ദി മിഡിൽ പോയിന്റ് ഈസ്, ദി ഡ്രോപ്പ് അറ്റ് മിഡിൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ് ഈസ് എത്രയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. നമ്മുടെ ആൻസർ എന്താ? യെസ്, ഇത് IR/2 ആണ്, ഇത് IR/8 ആണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആൻസർ എന്താ? 1/4 ടൈംസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് റെഫർ ചെയ്യുക. ഇതേ സാധനം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി സെൻട്രൽ നിന്നുള്ളതുണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ റിംഗ് ഡിസ്ട്രിബ്യൂട്ടറാണ് പിന്നെ വരുന്നത്. റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതൊരു റിംഗ് ഫോമിലാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പുറത്തേക്ക് ടാപ്പിങ്സ് എടുക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? സപ്പോസ് ഇവിടെ ഒരു ബ്രേക്ക് വന്നാൽ നമുക്ക് സപ്ലൈ കണ്ടിന്യൂറ്റി കിട്ടും അല്ലേ. ഇവിടെ നിന്ന് സപ്ലൈ കിട്ടും. ഇപ്പം ഇവിടത്തേക്കാണ് എൻ്റെ സപ്ലൈ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ ഹോമാണ്, ഇതിൻ്റെ ഹോമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടത്തേക്ക് സപ്ലൈ വരുന്ന ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായി. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സപ്ലൈ എടുക്കാം. അതാണ് റിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ ബോത്ത് എൻഡ്സിൻ്റെയും ഗുണം എന്താ? സപ്പോസ് ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഫീഡ് ചെയ്ത സാധനം പോയി എന്ന് വിചാരിച്ചോ. ഈ ഫീഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് ഫീഡർ നിന്ന് എടുക്കാം അല്ലേ. സോ അങ്ങനെ ഉള്ള കുറച്ച് അഡ്വാൻറ്റേജസ് കാര്യങ്ങളുണ്ട്. ഈ വൺ എൻഡ് ഫീഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? അഥവാ ഈ ഒരു ഫീഡിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മുഴുവൻ സപ്ലൈയും പോയല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തേക്ക് സപ്ലൈ കിട്ടില്ല. സോ അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ 100ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ DC 3-wire distributor using balancers and having unequal loads on the two sides dash, both balancers run as generator, both balancers run as motor, balancer connected to lightly loaded side run as motor, balancer connected to heavily loaded side run as motor. ടഫ് സാധനമാണ്, എല്ലാവർക്കും കിട്ടില്ല. വളരെ നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇത് ബാലൻസേഴ്സ് എന്നുള്ളൊരു ഏരിയ ആണ്. ബാലൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് വോൾട്ടേജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സപ്പോസ് 2 ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചേ. യെസ്,
DC3 വയറാണ്. DC3 വയറിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. DC3 വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ജനറേറ്റർ ഉണ്ടാവും. ഓക്കെ, മെയിൻ ജനറേറ്റർ ഞാൻ MG എന്ന് വിളിച്ചേ, മെയിൻ ജനറേറ്റർ. അപ്പോൾ അത് ഫീഡ് ചെയ്യുന്നത് ഒരു വോൾട്ടേജിലാണല്ലോ. സപ്പോസ് ഇത് പ്ലസ് 200 വോൾട്ട് നിർത്തും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് 200 വോൾട്ട് ഉണ്ട്. യെസ്, ഈ രീതിയിലാണ് എൻ്റെ 2 വയർ സിസ്റ്റം ഉണ്ടാവുക. ഇനി 3 വയർ എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂട്രൽ വേണ്ടേ? യെസ്, 3 വയർ എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂട്രൽ വേണം. അപ്പോൾ ഒരു ന്യൂട്രൽ ലൈൻ കൂടി അതിനുണ്ട്. ഇനി 3 വയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് എന്താ? നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലോഡ് കണക്ട് ചെയ്യാം. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡ് കണക്ട് ചെയ്യാം. ഒരു 400 വോൾട്ട് സപ്ലൈ വേണ്ട ലോഡും കണക്ട് ചെയ്യാം, 200 വോൾട്ട് സപ്ലൈ വരുന്ന ലോഡും കണക്ട് ചെയ്യാം. ഇനി 200 വോൾട്ട് സപ്ലൈ വരുന്ന ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം, അല്ലേ? ഇത് ന്യൂട്രലായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തു, ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തു, ആ രീതിയിൽ കണക്ട് ചെയ്യാം, അല്ലേ? അല്ലെങ്കിൽ നെഗറ്റീവും ന്യൂട്രലായിട്ട് കണക്ട് ചെയ്യാം, അല്ലെ? ഈ രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. ഇനി ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ലോഡുകൾ എപ്പോഴും ബാലൻസ്ഡ് ആവണമെന്നുണ്ടോ? ഇല്ല, സ്വാഭാവികമാണ്. സപ്പോസ് ഇവിടെ ഞാൻ കൂടുതലായിട്ട് ലോഡ് കണക്ട് ചെയ്താൽ, ഇവിടെ കൂടുതൽ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും, അല്ലേ? ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ദെൻ ഇവിടെ ലോഡ് കൂടിയാൽ, ഇവിടുത്തെ ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, ഇവിടെയുള്ള ഡ്രോപ്പ് കൂടും, അല്ലേ? സ്വാഭാവികമാണ്. സോ ലോഡ് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ലോഡ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ന്യൂട്രൽ കൂടിയുള്ള കറണ്ട് 0 ആവുകയുള്ളൂ കേട്ടോ. ഈ കറണ്ട് 0 ആവുന്നത് എപ്പോഴാണ്? ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ്. ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സപ്പോസ് ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് I1ഉം ദെൻ ഇതിൽ കൂടി തിരിച്ചു വരുന്ന കറണ്ട് I2 ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഇങ്ങനെയല്ലേ കണക്ഷൻ ഉണ്ടാവുക. ഇപ്പം I1 ഇങ്ങനെ വന്നു, ദെൻ I2 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി I1 ആണ് കൂടുതലെങ്കിൽ I1 മൈനസ് I2 എന്നുള്ള കറണ്ട് ന്യൂട്രൽ കൂടി ഫ്ലോ ചെയ്യും. ഓക്കെ, അത് ഏത് കേസിലാണ്? അൺബാലൻസ്ഡ് ആയിട്ടുള്ള കേസ്. സോ അതിൻ്റെ കേസാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ജനറേറ്റർ ഉണ്ട്, ജനറേറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? പ്ലസും മൈനസും ഉണ്ട്, ഒരു ന്യൂട്രലും ഉണ്ട്. I1 പ്ലസ് I2 പ്ലസ് 2 ആയിരിക്കും ജനറേറ്ററിൽ നിന്ന് പോകുന്നുണ്ടാവുക, അത് തന്നെ തിരിച്ചു വരുന്നുണ്ടാവും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സപ്പോസ് I1 ഗ്രേറ്റർ ആണെങ്കിൽ ഇവിടെയുള്ള ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ കറണ്ട് വേണ്ടി വരുമല്ലോ, അല്ലേ? യെസ്, സപ്പോസ് ഞാൻ ഇവിടെ ലോഡ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ I1 വിൽ ബി ഗ്രേറ്റർ ദാൻ I2. സോ I1 ഇങ്ങനെ വന്നു, I2 ഇങ്ങനെ താഴോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ I1 മൈനസ് I2, അല്ലേ? I1 മൈനസ് I2 എന്നുള്ളൊരു പോസിറ്റീവ് വാല്യൂ എന്ത് ചെയ്യും? ന്യൂട്രൽ കൂടി ഫ്ലോ ചെയ്യും. സോ ഇങ്ങനെ വരുന്ന അവസരത്തിൽ, ഇങ്ങനെ ഒരു അഡീഷണൽ കറണ്ട് ന്യൂട്രൽ വരുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന 2 മെഷീൻസിന് പറയുന്ന പേരാണ് ബാലൻസേഴ്സ് കേട്ടോ. സോ ബാലൻസർ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എയും ബിയും 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഷണ്ട് വൗണ്ട് ആയിട്ടുള്ള മെഷീൻസ് ആണ്. സോ അതിന് പറയുന്ന പേരാണ് ബാലൻസേഴ്സ്. സോ ഇങ്ങനെ നമ്മുടെ പ്ലസും മൈനസും ഫേസസിൽ കറണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്തിട്ട് ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 2 DC ഷണ്ട് വൗണ്ട് മെഷീൻസിന് പറയുന്ന പേരാണ് ബാലൻസേഴ്സ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. സിൻസ് ദി സ്പീഡ് ആൻഡ് ഫീൽഡ് കറണ്ട് ഓഫ് ദി 2 മെഷീൻ ആർ ഈക്വൽ, ദർ ബാക്ക് EMF ഹാവ് ദി സെയിം വാല്യൂ. ഓക്കെ, ഈ 2 മെഷീൻസും നിങ്ങൾ നോക്കിയേ, അതിൻ്റെ ഫീൽഡ് കണക്ട് ചെയ്തിട്ടുള്ളത് ജനറേറ്ററിലാണ്, അതേപോലെ ആർമേച്ചറും കണക്ട് ചെയ്തിട്ടുള്ളത് ഏതിലേക്കാണ്? യെസ്, ഈ പറയുന്ന ജനറേറ്ററിലേക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, ജനറേറ്റർ ദെൻ ന്യൂട്രൽ, ദെൻ ഫീൽഡ് കണക്ട് ചെയ്തിട്ടുള്ളതോ അതും ജനറേറ്ററിൽ തന്നെയാണ്. അപ്പം ഈ രണ്ട് ജനറേറ്ററിൻ്റെയും ബാക്ക് EMF എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, സപ്പോസ് I1 നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫേസിൽ ലോഡ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, ഇവിടുത്തെ വോൾട്ടേജ് കുറവായിരിക്കും, അതായത് E വിൽ ബി ഗ്രേറ്റർ ദാൻ V, അല്ലേ? നോർമൽ കേസിൽ രണ്ടിൻ്റെയും വോൾട്ടേജസ് സെയിം ആയിരിക്കും, അത് E എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഞാൻ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഫേസ് ലോഡ് കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലോഡിങ് കൂടുതലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് കുറച്ച് കുറയും. സോ E ഈസ് ഗ്രേറ്റർ ദാൻ V, അല്ലേ? E ഈസ് ഗ്രേറ്റർ ദാൻ V എന്നുള്ള കേസായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു ഇതൊരു DC ഷണ്ട് വൗണ്ട് മെഷീൻ എന്നാണ് പറഞ്ഞല്ലേ, DC ഷണ്ട് വൗണ്ട് മെഷീൻ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? അപ്പോൾ മെഷീൻ എന്ന് പറയുമ്പോൾ അത് ജനറേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും,
മോട്ടറായിട്ട് ആക്ട് ചെയ്യും. എപ്പോഴാണ് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുക? നമ്മുടെ ബാക്ക് ഇ എം എഫ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് വരുമ്പോഴാണ് അത് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ആ കണ്ടീഷനാണ്. ഈ വോൾട്ടേജ്, ഈ ഇ എം എഫ് ആണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ജനറേറ്റർ. ഓക്കെ, ജനറേറ്റർ അതായത് പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ മെഷീൻ, എ എന്നുള്ള മെഷീൻ എന്ത് ചെയ്യും? ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? യെസ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. When the load is unbalanced, current supplied by positive outer will be different from that supplied by the negative outer. Suppose the load I1 on the positive outer is greater than that of the I2. കണ്ടോ, ഈ I1 ഗ്രേറ്റർ ആണ് I2-നെക്കാളും. അപ്പോൾ I1 മൈനസ് I2 ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും അല്ലേ? യെസ്. സിൻസ് ദി പോസിറ്റീവ് സൈഡ് ഈസ് മോർ ഹെവിലി ലോഡഡ്, PD on this side tends to fall below EMF of the balancer set. Therefore machine A run as generator. Machine A എന്ത് ചെയ്തു? ജനറേറ്റർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. On the other hand, PD on the lightly loaded negative side rises above the EMF. ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഹെവിലി ലോഡഡ് ആണ്, നെഗറ്റീവ് ലൈറ്റ്ലി ലോഡഡ് ആണ് അല്ലേ? അപ്പോൾ ഇവൻ്റെ കേസിൽ ഈ വോൾട്ടേജ്, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവില്ല. സപ്പോസ് ഇവിടെയുള്ള വോൾട്ടേജ് ഞാൻ V2 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ V2 എന്താണ്? V2 എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബാക്ക് ഇ എം എഫിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? V2 ഈസ് ഗ്രേറ്റർ. എന്തുകൊണ്ടാണ്? നമ്മളിത് ലൈറ്റ്ലി ലോഡഡ് ആണ് അല്ലേ? യെസ്. സോ ഇവിടെ എന്താ കേസ്? വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഇ എം എഫ് വിച്ച് ഈസ് നമ്മുടെ മെഷീൻ, ബി മെഷീൻ എന്ത് ചെയ്യും? മോട്ടോറായിട്ട് ആക്ട് ചെയ്യും. ബി മെഷീൻ മോട്ടോറായിട്ട് ആക്ട് ചെയ്യും. സോ ഇത് കൺസെപ്റ്റിൻ്റെ കളിയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു എ ലെവൽ ക്വസ്റ്റൻ ആയിട്ടൊക്കെ, ഇവർ KSEB എയിലൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റൻ ആട്ടോ. നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മിക്കവാറും ആൾക്കാർ ഇതൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. സാധാരണയായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് എവിടെയാണ് ഉണ്ടാവാൻ അറിയോ? നമ്മുടെ പവർ സിസ്റ്റത്തിൻ്റെ അത് സ്റ്റെബിലിറ്റി ഇല്ലേ, സ്റ്റെബിലിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ സ്റ്റെബിലിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് യെസ് ഇതിനൊരു പോയിന്റ് ഉണ്ടാവും, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഒക്കെ. സോ അത് ചോദിക്കാറുണ്ട്. എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അത് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും, സിയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് മോട്ടറായിട്ട് ആക്ട് ചെയ്യും. സോ അതിൻ്റെയൊക്കെ കറക്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം നമുക്കൊരു ഉദ്യോഗാർത്ഥിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത്തരത്തിൽ നമുക്ക് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ, ഒരു ലെവൽ 3 ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണിത്. എന്താണ്? ഓൺ ദി അതർ ഹാൻഡ് PD on the lightly loaded negative side rises above the EMF of the balancer set so that machine B run as motor. ഞാൻ പറഞ്ഞ പോലെ അല്ലേ, മെഷീൻ B എന്തായിരിക്കും? മോട്ടറായിട്ട് റൺ ചെയ്യും അല്ലേ? The result is that energy is transferred from lightly loaded side to the heavily loaded side, preventing the voltage across heavily loaded side from dropping very much below the normal side. സോ അങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? യെസ്, ഇതിൻ്റെ വോൾട്ടേജസ് ബാലൻസ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഇത്രയും പറഞ്ഞു. ഇനി ഇതിൻ്റെ ഉത്തരം പറഞ്ഞേ. ഇനി നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ഉത്തരം. ഇൻ എ DC 3-wire distributor using balancers and having unequal load on the two side, both balancers run as generator ആണോ? അല്ല. Both balancers run as motor ആണോ? അല്ല. Balancer connected to the lightly loaded side run as motor. ഇതല്ലേ ലൈറ്റ്ലി ലോഡഡ് അല്ലേ? ഇതാണ് എൻ്റെ ലൈറ്റ്ലി ലോഡഡ് അല്ലേ? ഇത് ലൈറ്റ്ലി ലോഡഡ്, ഇത് ഹെവിലി ലോഡഡ്. ഇത് ഹെവി ഉള്ളത് ജനറേറ്ററാണ്, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഹെവി ഉള്ള സാധനം ജനറേറ്റർ, ലൈറ്റ്ലി ലോഡഡിൽ മോട്ടോർ എന്ന് മനസ്സിലാക്കുക. സോ ഇതിൽ എൻ്റെ ആൻസർ ബാലൻസർ കണക്റ്റഡ് ടു ലൈറ്റ്ലി ലോഡ് സൈഡ് റൺ ആസ് മോട്ടോർ. കറക്റ്റാണ്. ബാലൻസർ കണക്റ്റഡ് ടു ഹെവിലി ലോഡഡ് സൈഡ് റൺ ആസ് മോട്ടോർ ആണോ? അല്ല, ഇത് ജനറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 5 മിനിറ്റ് ബാക്കിലേക്ക് പോവുക, ഒരു പ്രാവശ്യം കൂടി കേട്ട് നോക്കുക കേട്ടോ. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേത്തയുടെ, JB ഗുപ്തയുടെ അല്ലെങ്കിൽ തെരേജയുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. മനസ്സിലായാൽ വളരെ നല്ല കാര്യം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. നമ്മൾ ഒരു 1.5 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള സീരീസ് ഇവിടെ ഒഫീഷ്യലായിട്ട് തീരുകയാണ്. 100 ക്വസ്റ്റ്യൻസും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വെറുതെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുകയായിരുന്നില്ല. അതിൽ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കണമെന്നും അതേപോലെ ഒരു സിലബസ് പറയുന്ന സമയത്ത്
എത്രത്തോളം രീതിയിൽ ഡീപ്പായിട്ട് പോകണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, എന്തായാലും നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അതായത് പാർട്ട് 18 പാർട്ട് 19 ഒക്കെ വരും. പക്ഷേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോസ് ഇടുന്നത് ചെറിയ ഡിലേ ആയിരിക്കും. ഒരു 2-3 ദിവസമൊക്കെ ഡിലേ ഉണ്ടാവും കേട്ടോ. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓരോ സിലബസിലെ എടുക്കുന്ന സമയത്തും മൊഡ്യൂൾസ് 1 കൃത്യമായിട്ടുള്ള നോട്ട്സ് എഴുതിയോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. മിസ്സായി കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുക. അങ്ങനെ കറക്റ്റായിട്ട് പോവുക. ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും വരും. ഓരോ വീഡിയോയിലും ഒരു 5-10 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം എന്താ, നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൂടി പോയി അല്ലേ, ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കവർ ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു റിവിഷൻ പോലെയാണ്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ദെൻ പലരും ഇപ്പം 17-18 വീഡിയോസിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പം 16 വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, 17ലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. പലരും ഈ 17ാമത്തെ വീഡിയോസ് ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. എല്ലാവരും പഴയ വീഡിയോസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. കാരണം അവർ വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ടൈം എടുത്ത് നോട്ട്സ് എഴുതിയാൽ മതി. പക്ഷേ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുക. നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, സോ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പണിയെടുക്കുക. ഈ കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, യെസ്, അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.